കേരള രാഷ്ട്രീയത്തിൽ 5 പതിറ്റാണ്ടുകാലം ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി കണ്ട് ചരിത്രം കുറിച്ച ജനനായകനാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിയുടെ പുണ്യമെന്നോ കേരളത്തിന്റെ ജനപ്രിയ നേതാവെന്നോ വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ബയോപിക് സിനിമയായി വെള്ളിത്തിരയിലേക്ക് എത്താൻ പോകുന്നുവെന്ന വാർത്ത കേരളക്കരയിലാകെ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനും പുതുപ്പള്ളി MLA-യുമായ ചാണ്ടി ഉമ്മൻ പ്രശസ്ത സംവിധായകനും നടനുമായി നാദിർ ഷാ അവതരിപ്പിക്കുന്ന നാദിർ ഷോ എന്ന യൂട്യൂബ് പരിപാടിയിലൂടെയാണ് തന്റെ ഈ വലിയ സ്വപ്നം പരസ്യമാക്കിയത്. അച്ഛന്റെ ജീവിതം സിനിമയാക്കാനുള്ള ആഗ്രഹവും അതിൽ നായകനായി മെഗാസ്റ്റാർ മമ്മൂട്ടിയെ മനസ്സിൽ കാണുന്നതുമായ ചാണ്ടിയുമ്മന്റെ വെളിപ്പെടുത്തൽ സിനിമാ രാഷ്ട്രീയ ലോകങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്നതിനപ്പുറം സിനിമയുടെ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് താനെന്ന് ചാണ്ടിയുമ്മൻ വ്യക്തമാക്കുന്നു. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നതിനേക്കാൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഒരു വലിയ സിനിമ നിർമ്മിക്കാനാണ് തനിക്ക് താല്പര്യം. നാദിർ ഷായുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉമ്മൻചാണ്ടിയുടെ ആരാധകർ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. അച്ഛന്റെ പേരിലുള്ള ഒരു സിനിമയാണ് എന്റെ സ്വപ്നം. ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന ഒരു ബയോപിക് ഒരുക്കണം. ഉമ്മൻചാണ്ടി എന്ന പേരിൽ തന്നെ സിനിമ പുറത്തിറക്കാനാണ് ആഗ്രഹം. ഈ സിനിമയിലെ നായകനെ കുറിച്ചുള്ള ചോദ്യത്തിന് ചാണ്ടിയുമ്മൻ നൽകിയ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അച്ഛന്റെ വേഷം ചെയ്യാൻ ഏറ്റവും അനുയോജ്യൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. മലയാള സിനിമയിൽ രാഷ്ട്രീയ കഥാപാത്രങ്ങളെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വേഷങ്ങളെ അസാമാന്യമായ ഗാംഭീര്യത്തോടെ അവതരിപ്പിച്ച് ഫലിപ്പിച്ചിട്ടുള്ള നടനാണ് മമ്മൂട്ടി. എന്നാൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ശരീരഭാഷ തികച്ചും വ്യത്യസ്തമാണ്. എപ്പോഴും ജനക്കൂട്ടത്തിനിടയിൽ ജീവിക്കുന്ന, ഓടിയും ചാടിയും നടക്കുന്ന, അലക്ഷ്യമായി ചീകിയ മുടിയും സാധാരണ ഖദർ ഷർട്ടും ധരിക്കുന്ന ആ ജനനായകന്റെ വേഷപ്പകർച്ചയിലേക്ക് മമ്മൂട്ടി എന്ന അഭിനയ പ്രതിഭ മാറുമ്പോൾ അത് കാണാൻ സിനിമാ പ്രേമികൾക്ക് വലിയ ആകാംക്ഷയുണ്ടാകും. ഒരു മികച്ച ബയോപിക് സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ ചേരുവകളും നിറഞ്ഞതാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതം. പുതുപ്പള്ളി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും തുടങ്ങി KSU പ്രസ്ഥാനത്തിലൂടെ വളർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ 2 തവണ ഇരിക്കുകയും ഒടുവിൽ ജനങ്ങളുടെ ഹൃദയം കവർന്ന് വിട പറയുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സിനിമാ തിരക്കഥയേക്കാൾ നാടകീയമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ജനസമ്പർക്ക പരിപാടി ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. ഒരു മുഖ്യമന്ത്രി പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ ഒരേ ഇരിപ്പിരുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരുടെ പരാതികൾ കേൾക്കുകയും അവർക്ക് ഉടനടി പരിഹാരം കാണുകയും ചെയ്യുന്ന കാഴ്ച ഏതൊരു സിനിമയിലെയും വൈകാരികമായ മാസ് രംഗങ്ങളെ വെല്ലുന്നതാണ്. എപ്പോഴും ജനങ്ങളാൽ ചുറ്റപ്പെട്ട ജീവിതം, റെയിൽവേ സ്റ്റേഷനുകളിലും പൊതുവേദികളിലും കാറിലിരുന്ന് പോലും ഫയലുകൾ നോക്കുന്ന, ജനങ്ങളോട് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി സിനിമാറ്റിക്കായി ദൃശ്യവൽക്കരിക്കാൻ ഏറെ സാധ്യതയുള്ളതുമാണ്. സോളാർ വിവാദം ഉൾപ്പെടെയുള്ള കടുത്ത രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോഴും, സ്വന്തം പാർട്ടിയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും കടുത്ത വെല്ലുവിളികൾ നേരിട്ടപ്പോഴും അതിനെയെല്ലാം ഒരു ചെറിയ പുഞ്ചിരിയോടെ നേരിട്ട അദ്ദേഹത്തിന്റെ മാനസിക കരുത്തും സിനിമയിൽ മികച്ച രീതിയിൽ ആവിഷ്കരിക്കാൻ കഴിയും. ഇതാദ്യമായല്ല ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തോട് സാമ്യമുള്ള കഥകളും കഥാപാത്രങ്ങളും മലയാള സിനിമയിൽ ചർച്ചയാകുന്നത്. മുൻപ് നിവിൻ പോളിയെ നായകനാക്കി B. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രതിച്ഛായ എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയപ്പോഴും സമാനമായ വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും നടന്നിരുന്നു. സിനിമയുടെ കഥാതന്തു പൂർണ്ണമായും ഉമ്മൻചാണ്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു സർക്കാരിന്റെ അവസാന ഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. പാർട്ടിയുടെ ഏറ്റവും ജനകീയ മുഖമായ KM വർഗീസ് ആണ് ആ സർക്കാരിന്റെ മുഖ്യമന്ത്രി. രാഷ്ട്രീയ പ്രതിസന്ധികളെ അസാമാന്യ മെയ്വഴക്കത്തോടെ നേരിടുന്ന, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു നേതാവാണ് വർഗീസ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ സർക്കാരിനെയും അദ്ദേഹത്തെയും തളർത്തുന്ന രീതിയിലുള്ള ഒരു ഗുരുതരമായ അഴിമതി ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നു. ഇത് വർഗീസിനെ മാനസികമായി അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കളഞ്ഞു. തുടർന്ന് അപ്രതീക്ഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള നിയോഗം വർഗീസിന്റെ ഇളയ മകനായ ജോണിലേക്ക് എത്തിച്ചേരുകയുമാണ്. അവിടെ നിന്നും തന്റെ അച്ഛന്റെയും കുടുംബത്തിന്റെയും നിരപരാധിത്വം പൊതുജന സമക്ഷം തെളിയിക്കേണ്ടത് മകനായ ജോണിന്റെ ഉത്തരവാദിത്തമായി മാറുന്നു. രാഷ്ട്രീയ അടിയൊഴുക്കുകളെയും ശത്രുക്കളുടെ ചതിക്കുഴികളെയും ജോൺ എങ്ങനെ നേരിടുന്നു എന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിലെ മുഖ്യമന്ത്രി കഥാപാത്രമായ KM വർഗീസിന് ഉമ്മൻചാണ്ടിയുമായും മകൻ ജോണിന്റെ കഥാപാത്രത്തിന് ചാണ്ടിയുമ്മനുമായും വലിയ സാദൃശ്യമുണ്ടെന്നും പ്രേക്ഷകർ വിലയിരുത്തി. രാഷ്ട്രീയ തന്ത്രങ്ങളും വ്യക്തിഹത്യകളും ഒരു നേതാവിനെയും കുടുംബത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് കാണിച്ച ഒരു ഫിക്ഷൻ ചിത്രമായിരുന്നു അത്. പ്രതിച്ഛായ പോലുള്ള സിനിമകൾ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നുള്ള ചില പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് നിർമ്മിച്ച ഫിക്ഷൻ കഥകളാണെങ്കിൽ, ചാണ്ടിയുമ്മൻ മനസ്സിൽ കാണുന്ന ഉമ്മൻചാണ്ടി എന്ന ചിത്രം ഒരു യഥാർത്ഥ ബയോപിക് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വെല്ലുവിളികളും ഉത്തരവാദിത്വവും വളരെ വലുതാണ്. ഒരു യഥാർത്ഥ ബയോപിക് നിർമ്മിക്കുമ്പോൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, പുതുപ്പള്ളി എന്ന മണ്ണുമായുള്ള ആത്മബന്ധം, K. കരുണാകരൻ, AK ആന്റണി തുടങ്ങിയ പ്രമുഖ നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല സൗഹൃദവും രാഷ്ട്രീയ കൂട്ടുരചനകളും എല്ലാം സിനിമയിൽ കടന്നു വരേണ്ടതുണ്ട്. ചരിത്രപരമായ വസ്തുതകൾ ഒട്ടും ചോർന്നു പോകാതെ എന്നാൽ ഒരു സിനിമയ്ക്ക് വേണ്ട നാടകീയതയോടെ ഇത് സ്ക്രീനിൽ എത്തിക്കുക എന്നത് വലിയൊരു ദൗത്യമാണ്.
ചാണ്ടിയുമ്മന്റെ ഈ അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയാക്കുന്നത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് താല്പര്യമുണ്ട്. മമ്മൂട്ടി ഈ വേഷം ചെയ്യണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ മമ്മൂട്ടിയുടെ ആരാധകരും ആവേശത്തിലാണ്. YSRന്റെ ജീവിതം പറഞ്ഞ തെലുങ്ക് ചിത്രം യാത്ര, തമിഴിലെ പെരിയാർ തുടങ്ങിയ ജീവചരിത്ര സിനിമകളിൽ മമ്മൂട്ടി പകർന്നാടിയ വേഷങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയായി മമ്മൂട്ടി ഖദറണിഞ്ഞ് സ്ക്രീനിൽ എത്തിയാൽ അത് മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെ മികച്ചൊരു രാഷ്ട്രീയ ചിത്രമായി മാറുമെന്നതിലും സംശയമില്ല. കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹാമേരുവിന്റെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. എങ്കിലും അച്ഛന്റെ സ്മരണകളെ നെഞ്ചേറ്റുന്ന മകൻ ചാണ്ടിയുമ്മൻ തന്നെ ഈ ചിത്രം നിർമ്മിക്കാൻ മുന്നോട്ട് വരുന്നത് ചിത്രത്തിന് കൂടുതൽ വിശ്വസ്തത നൽകും. സിനിമയുടെ പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളതെങ്കിലും മികച്ചൊരു സംവിധായകനും തിരക്കഥാകൃത്തും ഈ പ്രൊജക്ടിലേക്ക് കടന്നുവരുമെന്നാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന പേരിൽ തന്നെ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് കുടുംബത്തിന്റെ ആഗ്രഹവും. അപ്പന്റെ ജീവിതം വെള്ളിത്തിരയിൽ പുനർജനിക്കുന്നത് കാണാനും പുതുപ്പള്ളിയിലെ ആ ജനനായകന്റെ പുഞ്ചിരി തിയേറ്ററുകളിൽ വീണ്ടും ദർശിക്കാനും മലയാളക്കര ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഈ സിനിമ എത്രയും വേഗം യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.